സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ എന്നും തീരാക്കളങ്കമായി മാറുന്ന ഒരു വലിയ അപകടത്തിലേക്കാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായ മാർ ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശ്വാസികളെ തള്ളിവിട്ടത്. അദ്ദേഹം നീതിക്ക് നിരക്കായി പ്രവർത്തിക്കുകയും വിമതരോടൊപ്പം ചേർന്ന് ഏകപക്ഷീയമായ ചില ധാർഷ്ട്യമായ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുകയും ചെയ്തു. പല പല കാര്യങ്ങൾക്കും അധികാരമുള്ള വ്യക്തിയായിരിക്കെ ബസലിക്കയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയും സഭയെ അനുസരിക്കുന്നതിനു വേണ്ടിയും നിയമിതനായ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ തരിയൻ ഞാളിയത്തച്ഛനെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും സ്ഥലം മാറ്റം കിട്ടിയിട്ടും അവിടെ കടിച്ചു തൂങ്ങി ധനസമ്പാദനത്തിനും പിരിവുകൾക്കും അവിടെ നടന്ന എല്ലാ അഴിമതികൾക്കും കൂട്ടുനിന്ന വർഗീസ് മണവാളൻ എന്ന വിമത വൈദികന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. ആ വൈദികനെ അവിടുന്ന് മാറ്റിയാൽ മാത്രം മതി, ഒരു ഉത്തരവിലൂടെ മാറ്റേണ്ടതിന് പകരം അദ്ദേഹത്തെ അവിടെ കടിച്ചു തൂങ്ങാൻ അനുവദിക്കുകയും അവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്കും പണപ്പിരിവുകൾക്കും കല്ലറകൾക്ക് വരെ അമിതമായ പൈസ ഈടാക്കി അതിൽ നിന്ന് നേരിട്ട് തന്നെ കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്ത ഇടനിലക്കാരെ, ബസലിക്ക ഇടവക്കാരായ വിമത ഇടനിലക്കാരെ വെച്ച് ബിസിനസ് നടത്തുകയും ചെയ്ത വർഗീസ് മണവാളനെ അവിടെ തുടരാൻ അനുവദിക്കുകയും ഇത്രയും കുറ്റകൃത്യങ്ങളും സഭാവിരുദ്ധതയും അനുസരണക്കേടും മാർപ്പാപ്പയെ ധിക്കരിക്കുകയും ചെയ്ത വർഗീസ് മണവാളൻ എന്ന വിമത വൈദികനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ തരിയൻ ഞാളിയത്തച്ഛൻ്റെ സ്ഥലം മാറ്റം വരെ അവിടെ കടിച്ചു തൂങ്ങാൻ അനുവദിക്കുകയും ചെയ്ത വികാരി മെത്രാനാണ് ജോസഫ് പാംബ്ലാനി. ഇദ്ദേഹം എന്ത് നന്മയാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിനുണ്ടായിരുന്ന ചാബല്യങ്ങളും അദ്ദേഹത്തിനുണ്ടായ മുൻകാല ജീവിത വൈരുദ്ധ്യങ്ങളും വിമതരോടുള്ള അടുപ്പം വർദ്ധിക്കുവാൻ കാരണമായി എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വരാനിരുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ഐക്യം അത് തകർത്തത് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് മാത്രമാണ്. അദ്ദേഹത്തെ മാത്രം അല്ല കുറ്റപ്പെടുത്തുന്നത്, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും സീറോ മലബാർ സഭയുടെ സിനഡ് മുഴുവനെയും എല്ലാ മെത്രാന്മാരെയുമാണ്. കാരണം ഇവിടെ നടന്ന വിശുദ്ധ കുർബാന അവഹേളനത്തിനും ഇവിടെ നടന്നുകൊണ്ടിരുന്ന പൈശാചിക പ്രവർത്തനങ്ങൾക്കും യാതൊരു തടയുമിടാതെ എല്ലാത്തിനും വായടച്ച് നാവടച്ച് എല്ലാത്തിനും പരിപൂർണ സമ്മതമരളിയ മെത്രാന്മാരുടെ സംഘം തന്നെയാണ് ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തടഞ്ഞത്. ഒരു സമയത്ത് കല്ലറങ്ങാട്ട് പിതാവും തോമസ് തറയിൽ പിതാവും എല്ലാം ഏകീകൃത വിശുദ്ധ കുർബാനെ അനുകൂലിക്കുകയും അദ്ദേഹത്തോട് ചർച്ച ചെയ്യാനെത്തിയ വിശ്വാസികളോട് സഭയുടെ ഐക്യമോർത്ത് സഭാസ്നേഹികളായ വിശ്വാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനെല്ലാം കാറ്റിൽ പറത്തി ഇവർ പോലും ഒരു തീരുമാനമെടുക്കാനാവാതെ കുഴയുന്ന ഒരു നിസ്സഹായ മാനസികാവസ്ഥയാണ് നമ്മൾ ഈ പിതാക്കന്മാരിൽ നമ്മൾ കണ്ടത്. സ്വന്തം സഭയുടെ നേതൃപാടവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൈപിടിച്ചുയർത്തിയിട്ടും അതിനെ നിർദാക്ഷിണ്യം യോനാ പ്രവാചകനെ പോലെ തട്ടിയെറിഞ്ഞ് മത്സ്യത്തിൻ്റെ വായിലേക്ക് ചാടിയ യോനാ പ്രവാചകന്റെ അവസ്ഥ പോലെയായി കല്ലറങ്ങാട്ട് മെത്രാൻ. ഭയം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ കാഴ്ചക്കുറവ് കൊണ്ടോ എന്നൊക്കെ ന്യായീകരിക്കാമെങ്കിലും കർത്താവ് വിളിച്ചത് ഇതുപോലുള്ള അശരണരെയും വൈകല്യങ്ങളുള്ളവരെയുമാണെന്ന് തിരിച്ചറിയാൻ എന്തേ പാലാമെത്രാൻ ബോധമില്ലാതെ പോയത്? തറയിൽ മെത്രാനോടും കൂടിയാണ് ചോദ്യം. തറയിൽ മെത്രാൻ മീഡിയ കമ്മീഷൻ ചെയർമാനായിട്ടും കൂടി സഭാവിരുദ്ധമായ വാർത്തകൾ വന്നിട്ടും അതിനെ ന്യായീകരിച്ച് പടച്ചുവിട്ട കോലാഹല സൃഷ്ടികളാൽ വിശ്വാസികൾ വഴിതെറ്റിപ്പോകുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്തിന്? മെത്രാന്മാരുടെ ദൗത്യം നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്ഥാനമാനങ്ങൾ രാജിവെച്ച്
പഴയ കൊച്ചച്ഛന്മാരുടെ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക. ഓരോ മെത്രാന്മാരും സഭയെ അനുസരിക്കാനോ ക്രിസ്തുവിനെ അനുകരിക്കാനോ ക്രിസ്തു പഠിപ്പിച്ച സഭയെ നിയന്ത്രിക്കാനോ അതിനെ ശുശ്രൂഷിക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു വികാരിയായിരിക്കാനോ മെത്രാനായിരിക്കാനോ യോഗ്യരല്ല. നിങ്ങൾ പഴയ ഷമ്മാശന്മാരായി നിങ്ങൾ മടങ്ങിപ്പോവുക. ഭക്തിയും ഭയവും ബഹുമാനവും നിശ്ചയദാർഢ്യവും ഉത്തരവാദിത്വവും പഠിച്ചതിന് ശേഷം വന്ന് മെത്രാനായി തുടരുക.